ഹായ് good morning, welcome back to my another vlog. അപ്പോൾ ഇന്ന് നാട്ടിൽ വന്നിട്ട് കുറച്ച് അധികം ദിവസം ആയിട്ടുണ്ട്, തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ട്. അതായത് ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകും. അപ്പോൾ അതിൽ ഒരു അതായത് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഓൺ സാറ്റർഡേ ആണ്. അപ്പോൾ ഞാൻ പോകുന്നത് ട്യൂസ്ഡേ ആണ് കേട്ടോ. വരുന്ന ട്യൂസ്ഡേ ഞാൻ പോവാണ്. അപ്പോൾ ഇത് സാറ്റർഡേ ഉള്ള വീഡിയോ ആണ്. ഇതേ രാവിലെ തന്നെ ഞാൻ എണീറ്റിട്ട് ചായ കുടിക്കാനായിട്ട് താഴെ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം അമ്മയായിട്ട് സംസാരിച്ച് ഇരുന്നപ്പോൾ നമ്മുടെ തനിക്കുട്ടി എണീറ്റു. ഇതൊക്കെ തനിക്കുട്ടി എടുത്തിട്ട് ഞാൻ താഴത്തേക്ക് പോവാണ്. അപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. ബ്രഷൊക്കെ ചെയ്ത് തനിക്കുട്ടിക്കുള്ള ബോട്ടിലൊക്കെ വാഷ് ചെയ്തൊക്കെ വെച്ചു ചൂടുവെള്ളത്തിൽ. എന്നിട്ട് ചായയൊക്കെ കുടിച്ച് അമ്മയായിട്ട് കത്തിയിരുന്ന സമയത്ത് അവൾ എണീറ്റത്. എന്നിട്ട് താഴെ വന്നിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്തു നമ്മുടെ കത്തിയടി. അമ്മയും ഞാനുമായിട്ടുള്ള കത്തിയടി തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എന്താ പ്ലാൻ? അത് കഴിഞ്ഞ് തനിക്കുട്ടി ഞാൻ പാല് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പ്ലാൻ ഇന്ന് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം നമ്മുടെ നാട്ടിൽ വന്നിട്ട് കുറച്ച് സ്ഥലത്തൊക്കെ പോകണമായിരുന്നു. അപ്പം ബാക്കി പെൻഡിങ് ആയിട്ട് കിടക്കുന്ന കുറച്ച് സ്ഥലമുണ്ട്, അങ്ങോട്ട് പോവാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം മാറ്റി വെച്ചേക്കാണ്. ഞാൻ ശ്രീൻ്റെ വീട്ടിൽ നിന്നൊക്കെ തിരിച്ചു വന്നായിരുന്നു. തിരിച്ചു വന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ വീട്ടിലത്തേക്ക് കുറച്ച് സാധനമൊക്കെ അച്ഛൻ്റെ കടയിൽ നിന്ന് എടുത്തിട്ട് നാട്ടിലേക്കല്ല, നമ്മുടെ പോകുന്ന സ്ഥലത്തേക്ക് ഞാൻ അയക്കണമായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ അവിടെയും കിട്ടും. പക്ഷേ എന്നാലും നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഞാൻ ചെല്ലുമ്പോൾ തന്നെ ഇത് തപ്പി നമുക്ക് പോകണ്ടല്ലോ, സാധനങ്ങൾ എടുക്കാനായിട്ട് പോകണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അയക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ പ്രത്യേകിച്ച് ഈ മല്ലിപ്പൊടി, മുളക് പൊടി, അതൊന്നും നമുക്ക് ഫ്രഷായിട്ട് അവിടെ കിട്ടാൻ പാക്കറ്റിലേ കിട്ടത്തുള്ളൂ. പിന്നെ അവിടെ പോകുമ്പോൾ അറിയാം ഇനി എന്താണ് അവിടുത്തെ മില്ലുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യമൊക്കെ പിന്നെ നമുക്ക് അന്വേഷിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമേ ഈ കിടന്ന് ഇങ്ങനെ ധൃതി പിടിക്കാണ്ട് സാധനങ്ങളൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഒരു ദിവസത്തിനുള്ളിൽ എത്തുകയും ചെയ്യും. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്ക് ശ്രീകൃഷ്ണ ജയന്തിയാണ്. നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ, കൃഷ്ണ ക്ഷേത്രമുണ്ട്. അവിടെ പാട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എന്നിട്ട് അവിടെ നിന്ന് ഞാൻ വേഗം തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നതൊന്നും അറിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ വന്നിട്ട് അല്ലെങ്കിൽ സമയമായിപ്പോവും. രാവിലെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇന്നത്തെ ദിവസം കുറച്ച് ടൈറ്റായിട്ടുള്ള ദിവസമാണ്. അപ്പോൾ രാവിലെ ഇറങ്ങിയില്ലെങ്കിൽ നമുക്ക് അങ്ങനെ കടകടവിൽ പോകാനായിട്ട് കുറച്ച് ദൂരമുണ്ട്. പിന്നെ അവിടെ നിന്ന് വന്നിട്ട് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മയുടെ ചേച്ചിയുടെ മകളുടെ വീട്ടിലേക്ക് പോകാനുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് സമയം ഒരുപാടില്ല, വേഗം തന്നെ ഇറങ്ങണം. അപ്പോൾ ആദ്യം തന്നെ ബ്രഷിങ്ങിൻ്റെ ഗുസ്തിപിടിയായിരുന്നു. ബ്രഷിങ് എല്ലാവർക്കും അറിയുന്നതിൽ ഭയങ്കര പാടാണ് പിള്ളേരെ ബ്രഷ് ചെയ്യിപ്പിക്കാനായിട്ട്. ഞാൻ കിടത്തിയൊക്കെയാണ് ബ്രഷ് ചെയ്യുന്നത്. കിടത്തിയും ഇരുത്തിയും ഒക്കെ ഞാൻ ബ്രഷ് ചെയ്യിപ്പിക്കും. അല്ലാണ്ട് നടക്കുന്ന പരിപാടിയില്ല. 2 മിനിറ്റൊക്കെ ബ്രഷ് ചെയ്യണം എന്നാണ്, പക്ഷെ 2 മിനിറ്റൊന്നും അത്രയും പോകുന്നില്ല. അത്യാവശ്യമുള്ളതൊക്കെ ഞാൻ ബ്രഷ് ചെയ്ത് അങ്ങ് വിടും കേട്ടോ. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് അപ്പവും ഉരുളക്കിഴങ്ങ് കറിയാണ്. പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് പാല്, ഈ ഗ്ലാസ് ഞാൻ പ്രഗ്നൻസി സമയത്ത് കുടിച്ചുകൊണ്ടിരുന്ന ഗ്ലാസ് ഉണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് ഇത്രയും കപ്പാസിറ്റി ഇല്ല പാല് കുടിക്കാനായിട്ട്. അന്നേരമൊക്കെ അമ്മ എന്താ പറയുക വെറൈറ്റിയൊക്കെ ഇങ്ങനെ കുടിപ്പിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അത്രയൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ അതേ റെഡി ആയിട്ട് നമ്മൾ കട പോവാണ്. ഇങ്ങനെ വീഡിയോസ് ഒരുപാട് എടുത്ത് തരാനൊന്നും ആരും ഒന്നും ഇല്ല കൂടെ. അപ്പം എനിക്ക് പറ്റുമെന്നുള്ള രീതിയിൽ ഞാൻ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന കുറച്ച് വീഡിയോസും മൊമെൻറ്റ്സും ഒക്കെ ആയിട്ടോ നിങ്ങൾ കാണിച്ചു തരുന്നത്. ഇപ്പം ഞാൻ കാട്ടാക്കട ജംഗ്ഷൻ എത്തി. അവിടെ വിസ്മയ എന്ന് പറഞ്ഞ ബേക്കറി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ വന്നത് അമ്മയുടെ ചേച്ചിയുടെ മകളുടെ വീട്ടിലേക്കാണ്, സന്ധ്യ ചേച്ചിയും സജൻ ചേട്ടനും. അപ്പോൾ ചേട്ടൻ കാറൊക്കെ മാറ്റിയിട്ട് കയറാനായിട്ട്. ഇത് നമ്മുടെ ചേച്ചിയുടെ നമ്മളൊക്കെ ഒരു ഗ്യാങ് ആണ്. ദിവസമൊക്കെ വെച്ചാൽ ഒരു രസമാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളവിടെ 10 പേരുള്ളതുകൊണ്ട് ഭയങ്കര രസമാണ് ഒരു ഫംഗ്ഷൻ. ഭയങ്കര ഒത്തൊരുമയാണ്. ഒത്തൊരുമയായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ അടിപൊളി, ഭയങ്കര വൈബുള്ള ഒരു ഫാമിലിയാണ്. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ എപ്പോൾ നമ്മൾ ചെന്നാലും ഒരേ സൽക്കരിക്കുന്ന രീതിയാണ്. ഭയങ്കര ട്രീറ്റ് ചെയ്യാനും ഗസ്റ്റിനൊക്കെ ട്രീറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നവരാണ്. ഒരേ ക്യാരക്ടർ തന്നെയായിരിക്കും എപ്പോൾ ചെന്നാലും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ തന്നെ. എന്താ പറയുക, നമുക്ക് നമ്മളെ ഒരു സൽക്കരിക്കുന്ന ആ രീതിയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് ആ വീട്ടിൽ പോകാനും ഒക്കെ ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഇത് തന്നെ ആയിരിക്കില്ല. നമ്മൾ ചില വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു വൈബ് കിട്ടും. ആ ഒരു വൈബ് എനിക്ക് ഇവിടെ നിന്ന് എപ്പോഴും കിട്ടാറുണ്ട്. പിന്നെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഇത്തവണ നമ്മൾ കൊണ്ടുപോയത് മരിച്ചിനിയായിരുന്നു കൊണ്ടുപോയത്. അല്ലെങ്കിൽ ചക്ക ഇതൊക്കെ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും കേട്ടോ. പിന്നെ ഇവിടെ പട്ടി പൂച്ച എന്താ പറയുക, പട്ടി പൂച്ച പണ്ട് എന്താ പറയുക കോഴി ഉണ്ടായിരുന്നു, പിന്നെ ആട്, ഇല്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ.
എല്ലാ ഐറ്റവും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ എന്താ ഇവിടെ നമ്മള് തനിക്കുട്ടിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഈ സ്ഥലവും കാണുന്നു, നമ്മുടെ ഡോഗിനെ കാണുന്നു ഒക്കെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. ആദ്യം കൊണ്ട് തന്നെ നമ്മുടെ തനിക്കുട്ടി കൊണ്ടുവച്ച സ്നാക്സ് ഒക്കെ നല്ല തൃപ്തിയോടെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവിടെ കുറേയൊക്കെ ആക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ അതിനിടയ്ക്ക് കമന്റ് ചെയ്യുന്നുണ്ട്, അവള് കഴിക്കുന്നതിന്റെ കമന്റ് ചെയ്യുന്ന കേട്ടോ. ഇത് അമ്മയുടെ ചേച്ചി കേട്ടോ. ഈ ചേച്ചിയുടെ മകളാണ് നിൽക്കുന്നത്. അങ്ങനെ അതായത് നമ്മൾ നേരെ നമ്മുടെ കിച്ചണിലേക്ക് വന്നു. ഇവിടെ തന്നെയാണ് നമ്മുടെ ഇരിപ്പ്. അതേ നമ്മുടെ വലിയമ്മ മരിച്ചിനെയൊക്കെ ഒന്ന് ചെത്തിക്കൊണ്ടൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്താ തനിക്കുട്ടി ഭയങ്കര ഹാപ്പി. തനിക്കുട്ടിക്ക് അവിടെ ബിസ്ക്കറ്റൊക്കെ കിട്ടിയപ്പോൾ ആൾ മാറിപ്പോയി, ഭയങ്കര ഹാപ്പി ആയി. അതും ക്രീം ബിസ്ക്കറ്റൊക്കെയാണ് കിട്ടിയത്. ഞാൻ ഇതുവരെയും കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നാട്ടിൽ ഈ തവണ വന്നപ്പോൾ തനിക്കുട്ടി ഫുൾ മാറിയിട്ടുണ്ട്. ഭയങ്കര നല്ലൊരു ചേഞ്ചാണ് തനിക്കുട്ടി വന്നത് കേട്ടോ. എല്ലാ സമയം കഴിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ദേവസ് വന്നിട്ട് ഫാർമസിസ്റ്റ് ആണ്. അപ്പം അവള് നേരത്തെ എനിക്കൊരു പ്രൊഡക്റ്റ് അവളിങ്ങനെ, അവൾക്ക് അറിയാലോ നല്ല നല്ല പ്രൊഡക്റ്റ് ഏതാണ്. അപ്പോൾ അവളിങ്ങനെ കാണിച്ചു തരായിരുന്നു, ഈ ഒരു ഫിഷ് ക്യാപ്സ്യൂളൊക്കെ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരായിരുന്നു കേട്ടോ. ഇതേ നമ്മുടെ എൻട്രി ചെയ്തിരിക്കുന്നു നമ്മുടെ അമ്മയുടെ ഏറ്റവും ഇളയ സഹോദരനാണ്, അജിമാമനാണ്. അപ്പം അജിമാമൻ കടകൾ നിൽക്കുമായിരുന്നു. ഞാൻ മാമനെ ഇവിടെ കൊണ്ട് വിളിച്ചു വരുത്തി. ഇത് മാമൻ തന്നെ വരച്ചൊരു പടം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ട്, ഇതെല്ലാം ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട്, അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട്. ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല മാമൻ ഇത്രയും അടിപൊളി ഒരു ആർട്ടിസ്റ്റ് ആണെന്നുള്ള കാര്യം. അടിപൊളിയാണ്, നല്ല രസമാണ്. ചെവരയിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ വരയ്ക്കും കേട്ടോ. ഡ്രോയിങ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അങ്ങനെ മാമനും മാമനും നമ്മുടെ വലിയമ്മയൊക്കെ ആയിട്ട് ഇങ്ങനെ കത്തിയൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അവിടുന്ന് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുന്നുണ്ട്. ഒരുപാട് സമയം പോയിട്ടോ, സമയം പോയതൊന്നും അറിഞ്ഞില്ല. എന്നിട്ട് അമ്മയ്ക്ക് നൊസ്റ്റൊക്കെ അടിച്ചെന്ന് തോന്നുന്നു. ഇതേ പോയിരുന്ന് ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടുന്നുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ, ഇതൊരിക്കും കാണാത്ത അമ്മയെ ഞാൻ അവിടെ കണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതൊന്നും അജിമോമൻ അങ്ങോട്ട് സഹിച്ചില്ല എന്ന് തോന്നിയിരുന്നു. അനിയത്തി ഇരുന്ന് ആടണം കണ്ടിട്ട് ഇരുന്ന് മാമനും പോയിരുന്ന് ആടുന്നുണ്ട്. എന്ത് ചെയ്യാനാണ്, അയ്യോ. എന്നിട്ട് നമ്മൾക്ക് സമയം വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോകട്ടോ. കാര്യം വെച്ചാൽ ഒരു അബദ്ധം പറ്റിപ്പോയി. അടുത്ത വീട്ടിലേക്ക് പോകാനുള്ള ഐറ്റംസ്, അതായത് കുറച്ച് നമുക്ക് ആ മോൾക്കൊക്കെ നമ്മളൊരു എന്താ പറയുക, ഒരു ഫ്രോക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തനിക്കുട്ടിക്കുള്ള ഫീഡിങ് ബോട്ടിൽ, ഒരു സാധനം എടുക്കേണ്ട. നമ്മൾ ലക്ഷ്മി ചേച്ചിയുടെ അവിടെ പോയിട്ട് ലാസ്റ്റ് പോകുന്ന വീട്ടിലെ പോയിട്ട് അവിടെ സ്റ്റേ ഉണ്ട്. അപ്പം തനിക്കുട്ടിക്ക് ഫീഡിങ് ബോട്ടിൽ ഒരു സാധനം, ഒരു വസ്തു ഞാൻ എടുത്തില്ല. നേരെ നമ്മൾ അവിടെ നേരെ വീട്ടിൽ വന്ന് കുറച്ച് നേരം ഇരുന്ന ശേഷം നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകണം. ഇത് ഗായത്രി. ഞാനും സ്കൂൾ തൊട്ടുള്ള ഫ്രണ്ട്സാണ്. പിന്നെ കോളേജിൽ നമ്മൾ ഒരുമിച്ചായിരുന്നു, പക്ഷെ ബ്രാഞ്ച് മാറിയായിരുന്നു. ഗായത്രി സിവിൽ എടുത്തു, ഞാൻ CS ആയിരുന്നു എടുത്തത്. അങ്ങനെ രണ്ടുപേരും അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോയി. പക്ഷെ എന്നാലും കലോത്സവത്തിന് നമുക്ക് ഒരുമിച്ച് തന്നെ ആയിരുന്നു. പക്ഷെ എന്തായാലും നമ്മൾ +1 +2 ഒക്കെ അടിപൊളി കാലമായിരുന്നു. അതൊക്കെ ഒരു അടിപൊളി രസമുള്ള ഒരു ടൈമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് എല്ലാവരും വർക്ക് ലൈഫിലൊക്കെ കയറിയ ശേഷം വാവയൊക്കെ ആയ ശേഷമാണ് പിന്നെ ഞാൻ ഗായത്രി ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വെച്ചിട്ട് മെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തനിക്കുട്ടീനെ ഇപ്പോഴാട്ടോ നമ്മളവർ കാണുന്നത്. തനിക്കുട്ടിയാണെങ്കിൽ ചെന്നോടം തന്നെ അതൊക്കെ കൈക്കലാക്കിയിട്ടുണ്ട്. അവൾക്ക് എന്താണെന്ന് അറിയില്ല, ഈ സ്കൂട്ടർ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഗായത്രിയുടെ മോള് വന്നിട്ട് ഉറക്കമായിരുന്നു കേട്ടോ. അവള് നല്ല ഉറക്കമായിരുന്നു. ഞാൻ അവളെ വിളിക്കണ്ടെന്ന് പറഞ്ഞതാണ്, പക്ഷെ അവളെ വിളിച്ചേക്കാൻ, അല്ലെങ്കിൽ പിന്നെ അവളെ കാണാൻ പറ്റണ്ടായിപ്പോയില്ല. അതാ ഇങ്ങനെ അവളെ വിളിച്ചുണർത്തിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം ഒന്നും ഇങ്ങനെ വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. തനിക്കുട്ടി എങ്ങനെയാണ് ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ഒരു കുട്ടികൾക്ക് ഇങ്ങനെ ഒരു കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും സെറ്റായി കേട്ടോ. അവൾക്ക് ഇങ്ങനെ ഷൂ ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്, വായോ നമുക്ക് താഴെ പോയി കളിക്കാം എന്നുള്ള രീതിയിൽ രണ്ടുപേരും ഭയങ്കര കൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. മോളുടെ പേര് ഇഹാനി എന്നാണ്, യുഹു എന്നാട്ടോ വിളിക്കുന്നത്. അങ്ങനെ അവർ ചപ്പലൊക്കെ ഇട്ട് താഴെ പോകാനായിട്ട് കളിക്കാനായിട്ട് പോവാട്ടെ രണ്ടുപേരും കൂടെ. അങ്ങനെ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ രണ്ടുപേരും കൂട്ടത്തല്ലായി കേട്ടോ. അയ്യോ, ഒന്നും പറയണ്ട, നല്ല രസമായിരുന്നു. രണ്ടുപേരും കൂടെ ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. ലാസ്റ്റ് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് ഓടി കേട്ടോ തനുവിന്. എനിക്കറിയത്തില്ല, രണ്ടുപേരും രസമായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നേരെ നമ്മുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കരമനേന്നാണ് നമ്മളിപ്പോൾ വരുന്നത് കേട്ടോ. കരമനേന്ന് നമ്മുടെ ടെക്നോ പാർക്ക് ആ സൈഡിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വരുന്നത് ലക്ഷ്മി ചേച്ചിയുടെ വീട്ടിലേക്കാണ്, മേലെ ചേച്ചിയുടെ മകളുടെ വീട്ടിലേക്കാണ്. നിങ്ങൾ ചേച്ചീനെയൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും, ഗുരുഗ്രാമിൽ വെച്ചിട്ടുള്ള വ്ളോഗിൽ. ഇതാണ് ചേച്ചിയുടെ വീട്. കുലുങ്ങി നമ്മുടെ ചേച്ചി എൻ്റർ ചെയ്തിട്ടുണ്ട്. ഞാൻ വന്ന് കയറി ഇരുന്നിട്ട് കൂടിയില്ല, അപ്പം തന്നെ എനിക്ക് ഒരു സെറ്റ് സാരി എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു.
പിന്നെ ഇവിടെ വേറൊരാളുണ്ട് കേട്ടോ. അവിടെ വേറൊരു മോളുണ്ട്, നമ്മുടെ ചുറ്റുവിനെ കൂട്ടിയിട്ട് നമ്മുടെ ചക്കിമോളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്കൊന്നും കുറേ വീഡിയോസ് എടുത്തിട്ടില്ല. കാര്യം ഞാൻ ചേച്ചിയുടെ കൂടെ സംസാരിക്കുക, ഇവിടുത്തെ മൊമെന്റ്സ് ഒക്കെ കണ്ടിട്ട് ഞാൻ അങ്ങനെ ഇങ്ങനെ ഇരുന്ന് പോയി. പിന്നെ കുറേ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ട് രാത്രിത്തെ ഡിന്നർ ടൈമായി. ആ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നത്. ചേച്ചി അടിപൊളി ഒരു ചിക്കൻ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റൂ, പായസം, പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെന്താ, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. ഇതാട്ടോ നമ്മൾ ഇന്നത്തെ ഡിന്നറ്. നമ്മുടെ തനിക്കുട്ടിയാണെങ്കിൽ ചക്കിയായിട്ട് ഭയങ്കര കളിയായിരുന്നു. എനിക്കറിയത്തില്ല, അവൻ ഇരുത്തി പൊറപ്പിച്ചിട്ടില്ല അവള്. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി കിടന്ന് ഒരുപാട് സമയം കഴിഞ്ഞ് ഇതിപ്പോൾ 2 മണിയുടെ സീൻ കേട്ടോ. രാത്രി 2 മണി തനിക്കുട്ടി എന്തോ ചിന്നിയപ്പോഴത്തേക്കും ഞാനും ചേച്ചിയും കൂടെ കയറി ഇരുന്നാണ്. നമുക്ക് സംസാരിക്കാം 2 മണിക്ക് രാത്രി. അയ്യോ, ഒന്നും പറയണ്ട. എന്നിട്ട് രാവിലെ നമ്മൾ എണീറ്റിട്ടുണ്ട്. ചക്കിയും തനിക്കുട്ടിയും നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു ഉറക്കം. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ബാൽക്കണി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബെഡ്റൂമിൽ നിന്ന് ആയിക്കോട്ടെ, വ്യൂസ് അടിപൊളിയാട്ടോ. നല്ല ഭംഗിയാണ്. നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ കുറച്ചല്ല നല്ല അടുത്താണ്. ഈ കിൻഫ്രൈഡ് ഒക്കെ അടുത്താണ് കേട്ടോ. അപ്പം നല്ല രസമാണ്. ഭയങ്കര പച്ചപ്പും ഭയങ്കര ഭംഗിയാണ്. ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് ഇങ്ങനെ കാറ്റും അതൊക്കെ ആ വ്യൂ ഒക്കെ കാണുമ്പോൾ ശരിക്കും ഒരു റിസോർട്ടിലിരിക്കുന്ന മാതിരി ഫീലിംഗ് വരും. ഇവിടെ നിന്നല്ല, നമ്മൾ ശരിക്കും ഇവർക്ക് 5 നിലയുണ്ട്. അപ്പം 5 നില ടോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിട്ടോ കാണാനായിട്ട്. അങ്ങനെ രാവിലെ എണീറ്റ് നമ്മുടെ ചേച്ചിയാണ് ചായ ഇടലും കോഫി ഇടലും ഒക്കെ. പിന്നെന്താ, തനിക്കുട്ടി നമ്മുടെ ചുറ്റുമല്ലോ നമ്മുടെ ചക്കിയുടെ പുറകെയാണ്. അങ്ങനെ ഒരുപാട് വിശേഷമൊക്കെ പറഞ്ഞ് എപ്പോഴാണ് കാണാൻ പറ്റണമെന്ന് പറഞ്ഞു. ഇനി എന്തായാലും പോയി കഴിഞ്ഞാൽ ഇനി അറിയില്ല, ഇനി നാട്ടിലേക്ക് ഇനി എപ്പോഴാണെന്നുള്ളതും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇനി മാക്സിമം എല്ലാവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകാനാണ് പ്ലാൻ. നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ രാവിലെ ചായക്ക് കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച ശേഷം ഉച്ചയ്ക്ക് നമുക്ക് പുറത്തുനിന്ന് ആക്കാവുന്നതാണ്. അത് നമുക്ക് ലുലു പോകാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലുലു വരെയുള്ള കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് കാണാം. നമ്മൾ ലുലുവിലേക്ക് എത്തി. ഞാനും ചേച്ചിയും കൂടെ ഒരു അടിപൊളി വെസ്റ്റേൺ വെയറിന് പറ്റിയ ഒരു അടിപൊളി സാൻഡിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നൊക്കെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പാരഗണിലാണ് കഴിക്കാൻ വന്നിരിക്കുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്താ കഴിച്ചതെന്നുള്ളതൊന്നും ഞാൻ വീഡിയോസ് എടുത്തില്ല ഗൈസ്, മറന്നുപോയി. അതിൻ്റെ കാര്യം ഫുഡ് കണ്ടപ്പോൾ മറന്നുപോയി, നല്ല വിശപ്പുണ്ടായിരുന്നു. അതിന് കഴിഞ്ഞിട്ട് നമ്മളൊരു ചേച്ചി ഒരു ഫലൂഡ മേടിച്ചതാണ്. പക്ഷേ ലാസ്റ്റ് നമ്മുടെ തനിക്കുട്ടി അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ചേച്ചിയുടെ അടുത്തും ജാമയുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ എൻ്റെ കുറച്ച് ടൈറ്റായിട്ടുള്ള ദിവസങ്ങൾ. എനിക്ക് പറ്റുമെന്നുള്ള പോലെ ഞാൻ കുറേ വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്ത് നല്ല നല്ല മൊമെൻറ്റ്സൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയൊന്നുമില്ല ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറൊരു വ്ളോഗിൽ കാണാം. അതുവരേക്കും